അപ്പോൾ ഈ മടക്കയാത്രയിൽ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ഒരു തമാശയാണത്. ഈ ബോട്ടിൻ്റെ മുൻഭാഗത്ത് ആളുകൾക്ക് ഇരിക്കാം. അതായത് ഡ്രൈവറുടെയും മുന്നിൽ മൂക്ക് പോലെ നീണ്ടൊരു ഭാഗം ഉണ്ടാകുമല്ലോ സാധാരണ ബോട്ടുകൾക്ക്. അവിടെയും ഏതാനും ടൂറിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്. അതിൽ രണ്ടുപേര് പ്രണയ ചേഷ്ടകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബോട്ടിനകത്തിരിക്കുന്നവരെല്ലാം ഇത് കാണുന്നുണ്ട്. പക്ഷെ അവർ മാത്രം ഇത് കാണുന്നില്ല. പരസ്പരം ആലിംഗനം ചെയ്യുന്നു, ചുംബിക്കുന്നു. അപ്പോൾ ഇതിലെ ഈ പുരുഷൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവരുടെ പ്രണയചേഷ്ടകൾ അതിരുവിടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ബോട്ടിൻ്റെ ഡ്രൈവർ 2 തവണ ഹോണടിക്കും. അപ്പോൾ ഇയാൾ ഈ മുന്നിലിരിക്കുന്ന പുരുഷൻ തിരിച്ചു നോക്കി ഈ ഡ്രൈവറെ കൈ നോക്കി കാണിക്കും. അപ്പോഴാണ് എനിക്ക് ഇയാളെ മനസ്സിലായത്. ഈ ഡ്രൈവറുടെ സഹായിയാണ് ഇയാൾ ഈ ബോട്ടിലെ ജീവനക്കാരനാണ്. എന്നാൽ ഈ മുന്നിലിരിക്കുന്ന പ്രണയി ഈ ബോട്ടിലെ ഒരു ടൂറിസ്റ്റുമാണ്. ഈ ബോട്ടിൽ ടൂറിസ്റ്റായി വന്ന ഒരു പെൺകുട്ടിയെ ഈ ഹ്രസ്വയാത്രക്കിടയിൽ ഈ ബോട്ടിലെ ജീവനക്കാരൻ പ്രണയിച്ചിരിക്കുന്നു. അവർ തമ്മിൽ വലിയ സൗഹൃദത്തിലായിരിക്കുന്നു, അവർ ആലിംഗനബദ്ധരായിരിക്കുന്നു, അവർ ചുംബിക്കുന്നു. ഇത് ഞങ്ങൾക്കൊക്കെ കാഴ്ചയാകുന്നു. ഒടുവിൽ ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് ഹോണടിച്ച് പ്രണയത്തിൽ നിന്ന് അവനെ അടർത്തി മാറ്റി ബോട്ട് തീരത്തോട് അടുക്കാറായപ്പോഴേക്കും ഇവനെ വിളിച്ച് അടുത്ത് നിർത്തി ഉപദേശിക്കുന്നത് ഞാൻ കേൾക്കുന്നു. അതായത് നീ ഒരു നിയന്ത്രണം പാലിക്കണം, അതൊരു ടൂറിസ്റ്റാണ്, നമ്മുടെ ഗസ്റ്റാണ് എന്ന മട്ടിലായിരിക്കാം. ബോട്ടൊടുവിൽ കോട്ടൂർ നഗരത്തിൻ്റെ പ്രൊമനേഡിനോട് ചേർന്നുള്ള ഭാഗത്ത് ബോട്ടിയേട്ടിൽ വന്ന് യാത്ര അവസാനിപ്പിച്ചു.